രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ എല്ലാ രീതിയിലും കഴിയുമെന്ന് തന്നെയാണ് ദേശീയ സർവേകളിലെല്ലാം പറയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോഴും ആസാമിൽ BJP തന്നെ വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അത് പരിപൂർണമായി വിശ്വസിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെ ആയിരിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്നാണ് ഇന്റേണൽ സെല്ല് വളരെ വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിൽ മുഖ്യമന്ത്രി പ്രശ്നം തർക്കമാകാതിരിക്കാൻ കൃത്യമായി ACC നേതൃത്വം DK ശിവകുമാറിനെ നിയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അദ്ദേഹം മാതൃക കാണിച്ച ഒരു വ്യക്തി തന്നെയാണ്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ കാരണമായത് DK എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം DK ശിവകുമാറാണ്. DK ശിവകുമാർ ഇല്ലാത്ത ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായിരിക്കും. കോൺഗ്രസിന് തിരിച്ചുവരവിന് എല്ലാ സാധ്യതകളും ഒരുക്കി കൊടുത്തത് DK ശിവകുമാറാണ്. കനകപുര എന്ന അസംബ്ലി മണ്ഡലത്തിലെ 1.25 ലക്ഷം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം മാത്രമല്ല DKയെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്താൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് സിദ്ധരാമയ്യയ്ക്ക് മറ്റാരേക്കാളും നന്നായിട്ടറിയാമെങ്കിലും അധികാരം പിടിച്ചുവയ്ക്കാൻ സിദ്ധരാമയ്യ കളിച്ച എല്ലാ കളികൾക്കും DK ഹൈക്കമാൻഡിനെ ഓർത്ത് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ തൃപ്തിപ്പെടേണ്ടി വന്നത്. എന്നിട്ടും കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിപൂർണമായി DKയുടെ കൈവശം വയ്ക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് ആ സംസ്ഥാനത്ത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ ചലിപ്പിക്കണം, ഏതെല്ലാം രീതിയിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികളെ നിയന്ത്രിക്കണമെന്ന് പരിപൂർണമായി DKയ്ക്ക് അറിയാം. എന്തിനധികം പറയുന്നു, തൊട്ടയിൽ സംസ്ഥാനമായ തെലങ്കാനയിൽ കോൺഗ്രസിനെ ഇത്രയും മികച്ച വിജയത്തിലേക്ക് എത്തിച്ചതും ഇപ്പോഴും അധികാര തുടർച്ചയിലേക്ക് എത്താമെന്ന് രേവന്ത് റെഡ്ഡിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതും DK കൊടുത്ത സംഘടനാ പാഠവങ്ങളാണെന്ന് രേവന്ത് തന്നെ പല വേദികളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് കേരളത്തിൽ DK ശക്തമായി ചില ഇടപെടലുകൾ നടത്താൻ ഹൈക്കമാൻഡ് മെയ് 4-ാം തീയതി നിയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ലെഫ്റ്റ് ലിബറൽ മീഡിയകളെല്ലാം ഏതെങ്കിലും വിധത്തിൽ UDFന് അധികാരമോ ഒരു ക്ലീൻ സ്വീപ്പോ കിട്ടിയാൽ അതങ്ങനെ സുഗമമായി ആഘോഷിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുത്തിത്തിരിപ്പുകൾ പലതും നടത്തുകയാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നത് വിമിഷ്ടമായി കാണുന്നവർക്കുള്ള മറുപടിയാണ് ഹൈക്കമാൻഡ് ഒരുക്കി വച്ചിരിക്കുന്നത്.